നമ്മൾ ഇന്ന് കുറച്ച് ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങൾ തന്ന ഈ പഠന സാമഗ്രികളാണ്. നമ്മുടെ അന്തരീക്ഷം, അതിലെ ചില നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റാത്ത ഘടകങ്ങൾ, അതായത് വാതകങ്ങൾ, പിന്നെ ഈ എയറോസോൾ എന്നൊക്കെ പറയുന്ന കണികകൾ, ജലബാഷ്പം, ഇവയൊക്കെ എങ്ങനെയാണ് നമ്മുടെ കാലാവസ്ഥയെ, എന്തിനേറെ നമ്മുടെ ജീവിതത്തെ തന്നെ സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ കാര്യത്തിൽ ഇതിനൊക്കെ എന്ത് പ്രാധാന്യമുണ്ട് എന്നുള്ളത് അതൊന്ന് നോക്കാം, അല്ലേ? തീർച്ചയായും. ശരി, അപ്പൊ ആദ്യം തന്നെ അന്തരീക്ഷത്തിലെ പ്രധാന വാതകങ്ങൾ നമുക്കറിയാം. ഏറ്റവും കൂടുതൽ നൈട്രജൻ, ഏകദേശം 78%, പിന്നെ ഓക്സിജൻ 21%. ഓക്സിജൻ നമുക്ക് ശ്വാസം എടുക്കാൻ വേണം, പക്ഷേ ഈ നൈട്രജനും ഒരു പ്രധാന പങ്കുണ്ടല്ലോ. അത് ഓക്സിജനെ ഒന്ന് നേർപ്പിക്കുന്നു, പെട്ടെന്ന് തീ പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെ അതെ, അതൊരു ബാലൻസ് നൽകുന്നുണ്ട്. എന്നാൽ ഈ അളവിൽ കുറവാണെങ്കിലും കാലാവസ്ഥയിൽ വലിയ കളികൾ കളിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതാണ് നമുക്ക് കൂടുതൽ അറിയേണ്ടത്. അതിലേറ്റവും പ്രധാനം ഈ ജലബാഷ്പം തന്നെയാണ്. അന്തരീക്ഷത്തിൽ അതിന്റെ അളവ് 0 മുതൽ ഒരു 4% വരെ മാറിക്കൊണ്ടിരിക്കും. കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ, നല്ല ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ അത് കൂടുതലായിരിക്കും. ഇതൊരു പ്രധാനപ്പെട്ട ഹരിതഗ്രഹവാതകമാണ്. ഭൂമിയിൽ നിന്ന് പോകുന്ന ചൂടിനെ പിടിച്ചു നിർത്താൻ ഇത് സഹായിക്കും. പിന്നെ മഴ, മേഘം, ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഈ നീരാവിയാണല്ലോ. അപ്പോ ഈ ജലബാഷ്പത്തിന്റെ അളവ്, അതുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ ആർദ്രത, ഹ്യൂമിഡിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ശരിക്കും എന്തുകൊണ്ടാണ് ഈർപ്പം കൂടുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത, ഒരു പുഴിച്ചിലൊക്കെ തോന്നുന്നത്? അതിന്റെ കാരണം ലളിതമാണ്. നമ്മൾ സാധാരണ കേൾക്കുന്നത് ആപേക്ഷിക ആർദ്രത അഥവാ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നാണല്ലോ. അതായത് ഒരു പ്രത്യേക താപനിലയിൽ വായുവിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന നീരാവിയുടെ അളവിന് ആനുപാതികമായി ഇപ്പോൾ എത്ര നീരാവിയുണ്ട് എന്നതാണത്. ചൂടുള്ള വായുവിന് തണുത്ത വായുവിനേക്കാൾ കൂടുതൽ നീരാവിയെ പിടിച്ചു നിർത്താൻ പറ്റും. ഓ ശരി ശരി. കൂടുതൽ ചൂടും ഒരു പശപശപ്പും അസ്വസ്ഥതയും തോന്നും. നമ്മുടെ നാട്ടില്, പ്രത്യേകിച്ച് തീരപ്രദേശത്ത് ഇത് സ്ഥിരം അനുഭവമാണല്ലോ, അല്ലേ? അതെ അതെ, നല്ലപോലെ അറിയാം. അപ്പോ ഈ ജലബാഷ്പം പോലെ വേറെയും സൂക്ഷ്മമായ കാര്യങ്ങൾ അന്തരീക്ഷത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ എയറോസോളുകൾ, അതെന്താണ് സംഭവം? എയറോസോളുകൾ എന്ന് പറഞ്ഞാൽ വായുവിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന വളരെ ചെറിയ കണികകളാണ്. ഖരരൂപത്തിലോ ദ്രാവകരൂപത്തിലോ ആകാം. ഉദാഹരണത്തിന് പൊടി, നല്ല കാറ്റടിക്കുമ്പോൾ വരുന്ന പൊടി, പിന്നെ അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ വരുന്ന ചാരം, കടലിൽ നിന്ന് തിരിയടിക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന ഉപ്പിന്റെ ചെറിയ പരികൾ, ഇതൊക്കെ പ്രകൃതിദത്തമായ എയറോസോളുകളാണ്. കടലിലെ ഉപ്പ്, കേരളത്തിൽ അത് പ്രധാനമാണല്ലോ. തീർച്ചയായും. വലിയൊരു തീരദേശം നമുക്കുണ്ട്. അതുപോലെ വാഹനങ്ങളിൽ നിന്നുള്ള പുക, ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യങ്ങൾ, കൃഷിയിടങ്ങളിൽ നിന്നുള്ള രാസവസ്തുക്കൾ, ഇതൊക്കെ മനുഷ്യനുണ്ടാക്കുന്ന എയറോസോളുകളുമാണ്. അപ്പോ ഇവ കാലാവസ്ഥയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? വെറും പൊടിയും പുകയും മാത്രമല്ലല്ലോ ഇത്. അല്ല. ഇതിന് ശരിക്കും പറഞ്ഞാൽ 2 തരത്തിലുള്ള സ്വാധീനമുണ്ട്. ചില എയറോസോളുകൾ, ഈ സൾഫേറ്റ് പോലെയുള്ളവ, അവയ്ക്ക് നല്ല തിളക്കമുണ്ട്. അവ സൂര്യന്റെ ചൂടിനെ ബഹിരാകാശത്തേക്ക് തന്നെ പ്രതിഫലിപ്പിക്കും. ഓഹോ, അപ്പൊ അത് തണുപ്പിക്കും. അതെ, ഒരു കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കും. എന്നാൽ നേരെ മറിച്ച് കരി പോലെയുള്ള ഡാർക്ക് കളറുള്ള കണികകൾ സൂര്യന്റെ പ്രകാശത്തെ വലിച്ചെടുക്കും. അത് അന്തരീക്ഷത്തെ ചൂടാക്കും. അപ്പൊ ചൂടാക്കുന്നതും തണുപ്പിക്കുന്നതുമുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ മേഘങ്ങൾ രൂപപ്പെടണമെങ്കിൽ ഈ എയറോസോളും വേണം. അതെങ്ങനെയാണ്? ഈ നീരാവിക്ക് തനിയെ ഒരുമിച്ചുകൂടി വെള്ളത്തുള്ളിയാകാൻ ഒരു പ്രതലമില്ല. അപ്പോൾ ഈ എയറോസോൾ കണികകൾ ഒരു കേന്ദ്രമായിട്ട് പ്രവർത്തിക്കും. നീരാവി വന്ന് ഇതിൽ പറ്റിപ്പിടിച്ചാണ് ചെറിയ വെള്ളത്തുള്ളികളായി മാറുന്നത്. ഇതിനെ മേഘസാന്ദ്രീകരണ കേന്ദ്രങ്ങൾ, ക്ലൗഡ് കണ്ടൻസേഷൻ ന്യൂക്ലിയായി എന്ന് പറയും. കൊള്ളാം. അപ്പോ മേഘമുണ്ടാകാൻ ഈ പൊടിപടലങ്ങൾ ആവശ്യമാണെന്നാണോ? അതെ, ഒരു തരത്തിൽ പറഞ്ഞാൽ അതെ. പക്ഷേ ഇതിനൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ എയറോസോളുകൾ, പ്രത്യേകിച്ച് വളരെ ചെറിയവ, നമ്മൾ PM 2.5 എന്നൊക്കെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. വായുമലിനീകരണം. അതെ, അതുതന്നെ. ഈ ചെറിയ കണികകൾ ശ്വാസകോശത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് പലതരം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. ആസ്മ മുതൽ ഹൃദ്രോഗം വരെ. ഇന്ത്യയിലെ പല വലിയ നഗരങ്ങളിലും ഇതൊരു വലിയ പ്രശ്നമാണ്. ശരിയാണ്. അപ്പോ ഈ മേഘങ്ങൾക്കും മഴയ്ക്കുമൊക്കെ കാരണമാകുന്ന ജലബാഷ്പം, അതെങ്ങനെയാണ് ഈ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത്? ബാഷ്പീകരണം വഴിയാണെന്ന് പറഞ്ഞു. അതൊന്ന് വിശദമാക്കാമോ? ബാഷ്പീകരണം അഥവാ ഇവാപ്രേഷൻ, അതായത് വെള്ളം നീരാവിയായി മാറുന്ന പ്രോസസ്സ്. അത് വെള്ളം തിളയ്ക്കാതെ തന്നെ നടക്കും. അതെ,
ഇതിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഒന്ന് താപനില. ചൂട് കൂടുമ്പോൾ ബാഷ്പീകരണം കൂടും. ഉം, പിന്നെ ഉപരിതല വിസ്തീർണം. ഒരു ഗ്ലാസ്സിലെ വെള്ളം ബാഷ്പീകരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഒരു പാത്രത്തിൽ പരത്തിവെച്ച വെള്ളം ബാഷ്പീകരിക്കും. കാറ്റടിക്കുന്നതും ബാഷ്പീകരണം കൂട്ടും. പിന്നെ ഈർപ്പം. അതെ, അതാണ് മറ്റൊന്ന്. അന്തരീക്ഷത്തിൽ ഓൾറെഡി ധാരാളം നീരാവിയുണ്ടെങ്കിൽ, അതായത് ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ, പുതിയതായി വെള്ളം ബാഷ്പീകരിച്ച് പോകുന്നത് കുറയും. അതുകൊണ്ടാണ് മഴക്കാലത്ത് തുണി ഉണങ്ങാൻ പാടുപെടുന്നത്. ആ, അത് ശരിയാണ്. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉയർന്ന ചൂട്, ധാരാളം ജലാശയങ്ങൾ, കടൽ ഇത് കാരണമുണ്ടാകുന്ന കൂടിയ ബാഷ്പീകരണം, അതുവഴിയുള്ള ഉയർന്ന ആർദ്രത, പിന്നെ കടലിൽ നിന്നുള്ള എയറോസോളുകൾ ഇതെല്ലാം ചേർന്നാണോ നമ്മുടെ കേരളത്തിലെ ഈയൊരു പ്രത്യേക കാലാവസ്ഥയ്ക്ക് കാരണം? ഒരു വലിയ പരിധിവരെ അതെ. ഇന്ത്യൻ മൺസൂണിന്റെ ഒരു പ്രധാന ഊർജ്ജസ്രോതസ് തന്നെ അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും വരുന്ന ഈ നീരാവിയാണ്. കേരളത്തിലാണെങ്കിൽ ഉയർന്ന താപനില, പിന്നെ നീണ്ട തീരദേശം, കായലുകൾ, പുഴകൾ ഇതൊക്കെ കാരണം ബാഷ്പീകരണം സ്വാഭാവികമായും കൂടുതലാണ്. അത് ഉയർന്ന ആർദ്രതയ്ക്ക് കാരണമാകുന്നു. ഈ കൂടിയ ഈർപ്പം ഇവിടുത്തെ കാലാവസ്ഥ, കൃഷി, മനുഷ്യരുടെ ജീവിതരീതി എല്ലാത്തിനെയും ബാധിക്കുന്നുണ്ട്. നല്ല കാര്യങ്ങളുമുണ്ട്, ചിലപ്പോൾ ബുദ്ധിമുട്ടുകളുമുണ്ട്, അല്ലേ? അതെ. അതേസമയം ഈ നഗരങ്ങളിലൊക്കെ വാഹനങ്ങളും ഫാക്ടറികളും കൂടുമ്പോൾ ഈ എയറോസോൾ മൂലമുള്ള വായുമലിനീകരണവും ഒരു പ്രശ്നമായി വരുന്നുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞാല് നമ്മൾ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ കാണാത്ത ഈ ചെറിയ കാര്യങ്ങൾ, ജലബാഷ്പം, എയറോസോളുകൾ ഇവയൊക്കെ പരസ്പരം ബന്ധിപ്പെട്ട് കിടക്കുന്നു. ബാഷ്പീകരണം, ആർദ്രത പോലുള്ള പ്രക്രിയകളിലൂടെ നമ്മുടെ കാലാവസ്ഥയെ, ആരോഗ്യത്തെ വരെ നിരന്തരം സ്വാധീനിക്കുന്നു. കേരളം പോലൊരു സ്ഥലത്ത് ഈ സ്വാധീനം നമുക്ക് നേരിട്ട് അനുഭവിക്കാനും പറ്റുന്നുണ്ട്. അതെ, ശരിക്കും അതെ. അപ്പം ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. ഈ മനുഷ്യന്റെ ഇടപെടൽ കാരണം അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡൊക്കെ കൂടി ചൂട് കൂടുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ഉവ്വ്. ഈ മാറ്റങ്ങൾ നമ്മളിപ്പോൾ സംസാരിച്ച ഈ സ്വാഭാവിക പ്രക്രിയകളെ, അതായത് ബാഷ്പീകരണം, ആർദ്രത, എയറോസോൾ ഉണ്ടാകുന്നത്, ഇതിനെയൊക്കെ ദീർഘകാല അടിസ്ഥാനത്തിൽ എങ്ങനെയായിരിക്കും ബാധിക്കുക? അതൊരു വലിയ ചോദ്യമാണ്. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ, ഉദാഹരണത്തിന് ഈ ഈർപ്പത്തിൻ്റെ കാര്യത്തിലോ ചൂടിലോ അല്ലെങ്കിൽ ആകാശത്തിൻ്റെ ഒരു തെളിമയിലോ ഒക്കെ എന്തേലും മാറ്റങ്ങൾ നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതൊന്ന് വെറുതെ ചിന്തിച്ചു നോക്കാവുന്നതാണ്.